ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ഞങ്ങളവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്നത്തെയും പോലെയല്ല, ഭയങ്കര തണുപ്പ്. രാവിലെ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അകത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും കിടുകിടാ വിറയ്ക്കുന്ന പോലത്തെ തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ എണീച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏട്ടന് പോകാനാകുമ്പോഴേക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. ഇന്ന് അവിൽ നനച്ചത് മതിയെന്ന് പറഞ്ഞു. അവിലാകുമ്പം ഏട്ടന് ഒരു 10-11 മണിയാകുമ്പോൾ ഒന്നും അധികം വിശക്കത്തില്ല. മറ്റ് വേറെ ഇഡ്ഡലിയും ദോശയൊക്കെ തിന്ന് പോകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് വിശപ്പ് തുടങ്ങുമെന്ന് പറയാറുണ്ട്. അപ്പം ഇന്ന് അവിൽ മതിയെന്ന് പറഞ്ഞു. എനിക്കും സുഖമായി, വേറെ പുട്ടും കറി അങ്ങനത്തെ കറിയൊന്നും വെക്കണ്ടല്ലോ. അപ്പം ഞാൻ അവിലൊക്കെ കുഴച്ച് ഏട്ടൻ ചായ കുടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ തലേ ദിവസം ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലയും ചെറുപയറും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഏട്ടന് ഉച്ചയ്ക്കും കൊടുത്തു വിടാം, കുറച്ച് ഇപ്പോഴും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പോഴേ അങ്ങ് വെക്കുന്നുണ്ട്. 2 കായ ഉണ്ടായിരുന്നു, അതും കുറച്ച് ചെറുപയറും കുറച്ച് കടലയും കൂടെ ഒന്ന് കുറച്ച് വെള്ളവും പറഞ്ഞ് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ, വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് തലേ ദിവസത്തെ ഒരു ഇഡ്ഡലീൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ കുറച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മേത്തീൻ്റെ അന്നത്തെ ബാക്കി കുറച്ച് മേത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഉള്ളിയിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇഡ്ഡലിക്ക് അവൾ ചട്നി ഇല്ലാണ്ട് കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങേൻ്റെ ചട്നി ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതിൽ തൈരൊക്കെ പാർന്നിട്ട് ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുഴുക്കിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം. നല്ലോണം അരയാണ്ട് ചെറിയ രീതിയിൽ അരച്ചിട്ട് അതൊന്ന് ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തേക്ക് ഈ ഒരു മുരിങ്ങക്കായി കഴിഞ്ഞ ആഴ്ചയായിട്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇതേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ എന്തെങ്കിലും ആക്കാമെന്ന്. പിന്നെ ഈ ഒരു പുഴുക്കിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ അത്. അതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് പെരുംജീരകവും, അതായത് വലിയ ജീരകവും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ലോണം അരിയില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞളും മല്ലി മുളകും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർക്കും കേട്ടോ. അപ്പം പുഴുക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പെരുംജീരകം ചേർത്തതിനെ കൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നാട്ടിലൊക്കെ ചക്ക ഒഴുങ്ങുമ്പോഴും അതേപോലെ തന്നെ പൂള എന്നാണ് പറയുക, കപ്പയ്ക്ക് മരച്ചീനിക്ക്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴൊക്കെ പെരുംജീരകം ചേർക്കാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പുഴുക്ക് പോലെയൊക്കെ ആക്കുമ്പോൾ ഇനി ഇതിലേക്കൊന്ന് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അരി ഈ ഒരു സംഭവം കഴിക്കുമ്പം അരി കടിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ഇതിൻ്റെ അകത്ത് അരി ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കുമ്പം ഇത് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ടതാണ്. അരി ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ പുഴുക്കും ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അരി ഒന്നാക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉലുവേൻ്റെ ഇലയും അതേപോലെ അതിലേക്ക് ഉലുവേൻ്റെ ഇല മാത്രമാകുമ്പം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം മടുത്ത് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരിക്കൊക്കെ കൂട്ടി ഇപ്പോൾ ചോറ് തിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തപ്പം അങ്ങനെ അതും ആയിട്ടുണ്ട്. ഇനി ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, കുറച്ചായിരുന്നു അലക്കാണ്ടായിരുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, നല്ല തണുപ്പുമുണ്ട് ഭയങ്കര കാറ്റുമുണ്ട്. ഞാൻ അങ്ങ് പറന്നു പോകുമെന്ന് വിചാരിക്കും, അത്രയ്ക്കും കാറ്റുണ്ട് കേട്ടോ. ഇതിൽ എത്രത്തോളം മനസ്സിലാകുന്നത് എനിക്കറിയില്ല, ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പോഴും കാറ്റ്, ജനലൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിക്കുക. അതുമാത്രമല്ല ഞങ്ങൾ ഏറ്റവും മുകളിലായതിനെ കൊണ്ട് ഭയങ്കര സൗണ്ടുമാണ് കാറ്റിന്. അപ്പോൾ ഞാൻ ഒക്കെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി ഏട്ടനൊരു ചമ്മന്തി പൊടിക്കണം. പിന്നെ കുറച്ച് അച്ചാർ ഇരിപ്പുണ്ട്, തൈരുമുണ്ട്. അപ്പം ഏട്ടനുള്ള ചോറും അവിടെ സെറ്റായി. ഇനിയിപ്പോൾ എന്താ, രാവിലെ ഞാൻ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവളുണ്ട് അതിലൂടെയൊക്കെ വന്ന് കളിക്കുന്നത്. നല്ല കാറ്റാണിത്. ഈ ക്ലിപ്പ് കുത്തിയിട്ടില്ലെങ്കിൽ തുണികളൊന്നും അവിടെ നിൽക്കത്തില്ല, പറന്ന് കളിച്ചോളും.
അങ്ങനെ ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും മുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചമ്മന്തിയായി. പിന്നെ കുറേ ദിവസമായി ഈ ഒരു കക്കിരി കൊണ്ടുവച്ചിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു കക്കിരി ഒന്ന് ഏട്ടനെ മുറിച്ചിട്ട് ഏട്ടന് ചോറ് വയ്ക്കുമ്പം അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ കക്കിരി ഞാൻ മുറിച്ചിടുന്നുണ്ട് കേട്ടോ എണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തൈര് ഇരിപ്പുണ്ട്. തൈര് ഇപ്പം ദിവസം ഉണ്ടാവാറുണ്ട്. കുറച്ച് തൈര് അതിലേക്ക് ഞാൻ ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിലയും നമ്മളെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് ആ തൈരും കൂടെ ആക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോറെടുത്ത് വെക്കണം. ചോറെടുത്ത് വെക്കുമ്പോഴേക്കും തന്നെ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 11:10 ആകുമ്പോഴേക്കും ചോറ് കൊണ്ടു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ബസ്സങ്ങ് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ ചോറ് പിന്നെ ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ നേരത്തെ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പുഴുക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട്, അതേപോലെ തന്നെ തൈരുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്, ചമ്മന്തി ഉണ്ട്. അത്രയൊക്കെ മതി. അത്രയൊക്കെ ആയാൽ തന്നെ ഏട്ടനെ കുശാലായി. അങ്ങനെ അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ നാട്ടിൽ പോകും കേട്ടോ. നാട്ടിൽ ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുക്കുള്ള ഒരു അമ്പലത്തിൽ തെയ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു ഫെബ്രുവരിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലും ഉത്സവം ഉണ്ടായിരുന്നതുകൊണ്ട് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തും ഒരേ സമയം കൊണ്ട് ഞങ്ങൾ ഫെബ്രുവരിയിൽ പോയി. എന്നിട്ട് ഒരു മാർച്ച് 6-7 ആകുമ്പോഴേക്കും തിരിച്ചിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഏട്ടന് തെയ്യത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞു. ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള തെയ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കോഴീനെയൊക്കെ കടിച്ച് പറിച്ച്, പച്ചക്കോഴീനെയൊക്കെ കടിച്ച് പറിച്ചൊക്കെ തിന്നുന്നേ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ അരിയിൽ എഴുതാനുണ്ട്. എൻ്റെ അനിയന് പിന്നെ അമ്മ പണ്ട് നേർച്ച ഉണ്ടായിരുന്നേ, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ചോറൂണ് നടത്താന്ന്. അപ്പം അതങ്ങ് നേർന്ന് വെച്ചിട്ട് അങ്ങ് മറന്നുപോയി. അങ്ങനെ വീട്ടിൽ ഈ ഒരു പ്രാവശ്യം ഗുളികന് കൊടുക്കുമ്പോൾ വീട്ടിൽ ഗുളികൻ്റെ അറി ആക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തിൽ ഇങ്ങനെ ഗുളികന് കൊടുക്കൽ കഴിക്കും. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ നേർച്ച ഇങ്ങനെ നേർന്നിട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആണ് ഈ ഒരു നേർച്ചേൻ്റെ ഒക്കെ ഓർമ്മ വന്നത്. അപ്പോൾ അവനിപ്പം നല്ല വലുതായ വലിയ ചെക്കനായി. എന്നിട്ട് ഇപ്പോഴാണ് അവന് ചോറൂട് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവനും ഇപ്പം ഫെബ്രുവരിയിലല്ല, അവൻ അടുത്ത ആഴ്ച ലീവിന് പോകുന്നുണ്ട്. അപ്പം അടുത്ത ആഴ്ച ലീവിന് പോയിട്ട് ഞങ്ങളും കൂടെ വന്നിട്ടായിരിക്കും ചിലപ്പം പോവുക. ചോറൂട് നടത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോകാനുണ്ട്. അങ്ങനെ അതുകൊണ്ട് പിന്നെ മോക്കരിയിൽ എഴുതാനുണ്ട്. പിന്നെ ഏട്ടൻ്റെ തെയ്യം കൂടാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇപ്രാവശ്യം ലീവിന് പോയിട്ട്. പിന്നെ പോസ്റ്റിങ് എല്ലാം കൂടെ ഒരു കളി തന്നെ. അങ്ങനെ തന്നെ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് അവിടെ ഉണ്ട്, പക്ഷേങ്കിൽ ഡ്രൈവർ ഇല്ല. പുതിയ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്